പെണ്ണിന്റെ മടിയിൽ കിടക്കുന്ന ജാസ്മിന്റെയും ഗബ്രിയുടെയും ഓരോ ഇതും. ജാസ്മിൻ ഗബ്രി അവരെ കാരണമാണ് ഭയങ്കര ബാഡ്. നമുക്കൊരു ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതല്ല. ഒരുമാതിരി കളിക്കാരന് ജാസ്മിനെ പോലെയുള്ളവർ ഒന്നാലും ബാക്കി ഗെയിമാണ് കളിക്കുന്നത്. ജാസ്മിന് ഗബ്രിയും വളരെ മോശമായിട്ടാണ് എന്ന് പറയുന്നത്. ജാസ്മിനും ഗബ്രിയും മാത്രമേ ഉള്ളൂ. നല്ല നന്നായിട്ട് കുറച്ചും കൂടി നന്നായത് ഈ സീസണിലാണ്. ചാനലിൽ കാണിക്കുന്നതാണ് ഇതൊക്കെ. സംസാരമൊക്കെ തറ. ഇതുവരെയും കണ്ടിട്ടില്ല. ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് സീസൺ 6. ഇല്ല. ഇപ്പം കണ്ടത് വെച്ച് നോക്കുമ്പോൾ എന്താ അഭിപ്രായം? അതായത് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ? ഇഷ്ടപ്പെടാൻ പക്ഷേ എന്താ പറയാൻ അങ്ങനെയൊന്നുമില്ല. ഒരിത് ഞാൻ കാണുന്നു അത്രേ ഉള്ളു. പിന്നെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഓരോ ഇതും. പിന്നെ എനിക്കതില് ശരി ഉണ്ട് ഓവർ ആക്ടിങ് ഉണ്ട്. പക്ഷെ ഗബ്രിയുടെ ഇതിൽ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ അങ്ങനല്ല. ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി ചില സമയത്ത് നിൽക്കുന്ന പോലെ തോന്നും. ചിലപ്പം അവക്ക് വേണ്ടി നിൽക്കുന്ന അവക്കൊരു സ്റ്റാൻഡ് ഇല്ല. ഇപ്പോഴത്തെ സീസൺ ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശം. അങ്ങനെ തോന്നാൻ കാര്യം ജാസ്മിനെ പോലെയുള്ളവർ ഒന്നാലും ബാക്കി. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞതായിരുന്നു അല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഫുൾ അടിയല്ലേ അതായത് കാണാൻ ഇപ്പൊ എല്ലാവരും പറയുന്ന ഫുള്ള് ഇപ്പൊ അതിൽ അടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഓഫ് ആക്കിയിട്ട് പോകും എന്നാണ് അഭിപ്രായം. പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. ഞാനും അങ്ങനെയാണ്. കാരണം ഇട്ട് കുറച്ച് കാണുമ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ മത്സരവും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാണുമ്പോൾ ഓഫ് ചെയ്തിട്ട് പോകും. മാറ്റിപ്പിടിക്കലാണല്ലോ, അതുകൊണ്ട് ഒരുപാട് മാറ്റിപ്പിടിക്കലുണ്ടായി. സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് വെളിയിൽ പോയി. ഇപ്പം അത് കണ്ടന്റ് എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയും മാത്രമേ ഉള്ളൂ. പ്രേമം ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ചീകള് ഗെയിമാണ് അവർ കാണിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് TRP ഒക്കെ ഒരുപാട് കൂടുതലാ. അതുകൊണ്ട് എന്താ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതായിരിക്കും കാണാൻ ഇഷ്ടം. കുഴപ്പമില്ല. ഞാൻ എല്ലാ സീസണും കാണാറുണ്ട്. ഈ സീസണെ കുറിച്ച് അഭിപ്രായം ഈ സീസൺ ഭയങ്കര മോശമാണ്. കാരണം ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ സാബുവിൻ്റെ അതേപോലെ പേളിമണി അങ്ങനെയുള്ള എല്ലാവരുടെയും എല്ലാ ഇതും കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇതിലിപ്പോൾ കുറച്ചും കൂടി നല്ലത് പറയാൻ നൂറ മാത്രമേ ഉള്ളൂ. നൂറ കരയണ ഒരാളാണ്, പക്ഷെ എന്നാലും കൂടിയിട്ട് നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിത്വമുള്ള ഇതാണ്. പിന്നെ ഇപ്പോൾ ചിലവൊക്കെ പറയണത് അങ്ങോട്ട് ഇതാവാൻ പറ്റണില്ല. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ മറ്റേ ആ പെൺകുട്ടിയാണ്, എന്താ നമുക്കിത് ജാസ്മിൻ. അതെനിക്കങ്ങനെ തോന്നിയില്ല. അവർ മറ്റേ വേറൊരാളുമായിട്ട് അങ്ങനെ വിവാഹമൊക്കെ ഇതായതാണെന്നൊക്കെ പറയുന്നു. പിന്നെ ഇവർ തമ്മിൽ സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതില്ല എന്ന് പറയുന്നത് അത് ഒരു അതാണ്. ആ പെൺകുട്ടിക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അയാൾ ശരിക്കും എന്തോ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണതാണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടതിൽ ഏറ്റവും മോശമാണ്. പക്ഷേ മോഹൻലാൽ നന്നായിട്ട് കുറച്ചും കൂടി നന്നായത് ഈ സീസണിലാണ്. മോഹൻലാൽ നല്ല വ്യക്തിപരമായി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ ജാസ്മിൻ പുറത്തു പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഭയങ്കര മോശമാണ്. എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ ഒരു കാരണം? മീൻസ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ സംഭവങ്ങൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ജനകീയമായിട്ട് നമ്മൾ പോൾ ചെയ്യണ ആൾക്കാരനെയാണ് ഔട്ടാവണം നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് പേര് പറയാൻ പറഞ്ഞാൽ എനിക്കങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇത്രയായിട്ട് അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ആരും കണ്ടെത്താൻ ഇല്ല. കഴിഞ്ഞ സീസണെ വെച്ച് ഭയങ്കര മോശം. ഇല്ല 2-3 എപ്പിസോഡ് കണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല. കഴിഞ്ഞ സീസണേക്കായി വേറും തോന്നിയാസം പിടിച്ച ഒരു ഇതായിരുന്നു. വേറും മോശമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ആ എപ്പിസോഡ് മൊത്തം നമ്മൾ കണ്ടില്ലല്ലോ. പിന്നെ കണ്ടെങ്കിലല്ലേ എല്ലാവരുടെയും പേരുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഒരു പെണ്ണിന്റെ മടിയിൽ കിടക്കുന്ന ഒരു ഗബ്രി അങ്ങനെയൊക്കെയുള്ള കെട്ടിപ്പിടി ഇതൊക്കെ ഇതാണോ ഒരു പിന്നെ ഇത് ഒരു ചാനലിൽ കാണിക്കുന്നതാണോ ഇതൊക്കെ? ലാലേട്ടൻ വളരെ മോശമായിട്ടാ പറയുന്നത്. ലാലേട്ടന് ഇത്രയൊക്കെ പൈസ എന്തുവായിരുന്നു ജാസ്മിൻ, അതൊന്നും അവരുടെ ഒന്നും
ഇതല്ല. പക്ഷെ അഖിൽമാരാറിന്റെ എന്ന് വെച്ചാൽ നമുക്ക് എന്തോ അറിയാൻ വയ്യാത്ത ഒരു ഭയങ്കര ഇൻട്രസ്റ്റാണ് കാണാന്. ആ സീസൺ പിന്നെ തീർച്ചയായിട്ടും അതിന് മുമ്പുള്ളതും ഇത് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല, കാണാൻ തോന്നുന്നില്ല. ഭയങ്കര മോശം. അറിയോ, ഞാൻ പിന്നെ ഒരു ചിരി ബമ്പർ ചിരിയാ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് അതെങ്കിലും കണ്ട് നമുക്ക് ചിരിക്കാം. പിന്നെ ലാലേട്ടന്റെ കാര്യം എന്ന് പറഞ്ഞാല് ലാലേട്ടൻ ഇത്രയൊക്കെയും പൈസയും ഇതൊക്കെ ഉള്ള ഒരു ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഈ ഒരു വെറും ഒരു കൊള്ളാത്ത ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ പിന്നെ പണത്തിന് വേണ്ടിയാണോ എന്തിനോ വേണ്ടിയാണെന്ന് അറിഞ്ഞില്ല മോഹൻലാൽ ഇതിനകത്ത് വന്ന് ഇങ്ങനെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നത്. അത് മോഹൻലാലിന് ഏറ്റവും പറ്റാത്ത ഒരു പണിയാ ഇപ്പൊ ഈ ബിഗ് ബോസിനകത്ത് മോഹൻലാൽ വന്ന് ഇത് ചെയ്യുന്നത്. ഈ ഒരു സീസണ് അത് മോഹൻലാൽ അതങ്ങ് ഒഴിയണമായിരുന്നു. അത് ഒഴിഞ്ഞു മാറണമായിരുന്നു. കാരണം ഇത് ശരിക്കും വിമർശിക്കുന്നുണ്ടേ അവരെ. ആ തെറ്റ് അങ്ങനെ ചെയ്യുന്നതിന് നല്ല വിമർശനവും നൽകുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ അഭിപ്രായത്തിനുള്ള മറുപടിയാണ് ലാലേട്ടൻ പറയുന്നത്, അല്ലാതെ ലാലേട്ടന്റെ സ്വന്തം അഭിപ്രായത്തിന് പറയുന്നില്ല. മോശമാണ്. ഇപ്പം അതിനകത്ത് പിന്നെ പങ്കെടുത്തേക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ആൾക്കാർ വേണമായിരുന്നു. കാരണം അത് വളരെ മോശപ്പെട്ട, പ്രത്യേകിച്ചും ജാസ്മിന് ഗബ്രി. കാരണം നമുക്കൊരു ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതല്ല ഇപ്പം കുറച്ചൊക്കെ. അവരുടെ കാര്യത്തിൽ മാത്രമേ അവരുടെയൊക്കെ അത് തന്നെ പൊതുവെ എല്ലാവർക്കും ഒരു അഭിപ്രായം അതിന് തന്നെ ഉള്ളത്, അവരുടെ ഇതായിട്ടുള്ള ഉള്ളത്. ഇപ്പം ബിഗ് ബോസിനെ പറ്റി ഈ സീസൺ മോശം പറയാൻ കാരണം അവർ തന്നെ ആയിരിക്കും. അവർ തന്നെയാണ് കാരണം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയാനായിട്ട് കാണുന്നില്ല. ജാസ്മിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് ഇതാവുന്നില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഈ സീസൺ എന്തുകൊണ്ടാ ചുമ്മാ അടി ഉണ്ടായോണ്ട്. ഈ അടി ഉണ്ടാക്കുന്ന കണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ടോ? ഇടയ്ക്കൊന്നും ഇഷ്ടമല്ല. അതെന്താ ഇടയ്ക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം? ഇടയ്ക്കിടയ്ക്ക് അനാവശ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഗബ്രി എന്തുകൊണ്ടാ? ഒരുമാതിരി കളിക്കാരനെ. പുള്ളിയുടെ ഗെയിമിങ്ങിനാണോ അതോ അല്ലാതുള്ള കാര്യം? ജാസ്മിനോട് ഒരുമാതിരി ചേർന്ന് കളിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? മോശമാണോ അതോ വളരെ നല്ലതാണോ? വെരി ബാഡ്. എന്തുകൊണ്ടാ? ജാസ്മിൻ ഗബ്രി അവരെ കാരണമാണ് ഭയങ്കര ബാഡ്. അവര് കാരണമാണോ ഈ സീസൺ മോശമായിട്ട്? മീഡിയം ലെവൽ. വേറെ കളി ഇച്ചിരി ഫൈറ്റ് ഒക്കെ ഉണ്ട്. എന്തുവാ പഴയതുപോലെ എൻഗേജിങ് കിട്ടുന്നില്ല. പഴയതാണ് എനിക്ക് തോന്നുന്നു ബെറ്റർ. ഇപ്പോഴത്തെ സീസൺ കൊള്ളത്തില്ല. ഇപ്പൊ പുറത്തു വരാൻ അവസരം ആരെ ചൂസ് ചെയ്യും? പുറത്തു വരാൻ അവസരം ഗബ്രി. എന്തുകൊണ്ടാ? ഗബ്രി കളി ഇതോ ഒരാളെ പറയുമ്പോ മറ്റൊരാൾക്ക് വേണ്ടി പറയുന്നതാണ് ജാസ്മിൻ. അവർ രണ്ടുപേരും എക്സായിട്ട് കളിക്കുന്നുണ്ട്. നല്ല ഗെയിമറായിട്ട് തോന്നുന്നുണ്ടോ ഗബ്രി? ഒരിക്കലും ഇല്ല. എനിക്ക് കഴിഞ്ഞ സീസൺ തോന്നി അഖിൽമാരൊക്കെയുള്ള. ഈ സീസൺ അത്ര മോശമായിട്ട് തോന്നുന്നു. മോശം, വളരെ മോശമായിട്ട് തോന്നുന്നു. കുറെ ബാഡ് വേർഡ്സും പിന്നെ ഒരു എന്തോ ബിഗ് ബോസ് ആയിട്ട് എന്തോ കഴിഞ്ഞ ബിഗ് ബോസിനെ പോലെ മാച്ച് ആവുന്നില്ല. ഇല്ല, ഒട്ടുമില്ല. അത് അങ്ങനെ തോന്നാൻ ഒരു ഫീൽ ആവാൻ കാരണം കാരണം ജാസ്മിന് ഗബ്രിയും വളരെ മോശമായിട്ടാണ് എല്ലാവരെയും കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ എല്ലാം ക്ഷമിച്ചു കളയാണ്. ആരെയും നോമിനേറ്റ് ചെയ്ത് പുറത്തോട്ടാക്കുന്നില്ല ലാലേട്ടൻ. അതുകൊണ്ട് എല്ലാവരും അതിനകത്ത് തന്നെ. പിന്നെ പവർ ടീമിൽ കയറി കുറെ പേര് നോമിനേഷൻ ആവാതെ പോകുന്നുണ്ട്. പുറത്തു പോകാൻ ആളെ ചൂസ് ചെയ്യാൻ പറഞ്ഞ ആരായിരിക്കും? ഞാൻ ഗബ്രിയും ജാസ്മിനെ. ഇത് ജാസ്മിനും ഗബ്രിയും എക്സായിട്ടുള്ള കളിയാണ് കളിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി അടുത്ത ആൾ സംസാരിക്കും. അവര് ആ രണ്ട് വ്യക്തികൾ കാരണമാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ മോശമായിട്ട് ഫീൽ ചെയ്യുന്നത്. വേറെ അല്ലാതെ അവരെ ഗെയിമിനെ കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം? ഗെയിമിങ്ങിനെ കുറിച്ച് അവർ കളിക്കുന്നത്? അവരൊരേ ടീമാണെങ്കിൽ ഒരുമാരത്തെ ഗെയിമാണ് കളിക്കുന്നത്. ഇഷ്ടപ്പെടത്തില്ല. അവരൊത്ത കളിയാണല്ലേ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. മോശവും ചീത്തളിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. എന്നാൽ എന്തുകൊണ്ടായിരിക്കും വല്ലാതൊരു ഇത് പറയാൻ പറഞ്ഞത്? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യ സീസൺ നല്ലവണ്ണം കാണുമായിരുന്നു. നല്ല ആദ്യം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ നല്ല സീസണാണ്. നമ്മുടെ തരികിട സാബു ഒരു പരിപാടി, പിന്നെ രണ്ടാമത് ഇറങ്ങിയ നമ്മുടെ സാറിൻ്റെ ആ പരിപാടി നല്ല ഇതായിരുന്നു. പിന്നെ തൊട്ട് അത്ര ഇതില്ലായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ അവന് ഇടും. ലാലേട്ടൻ ഉണ്ടായത് കഴിഞ്ഞ സീസണുകളിലല്ല, ഇതിനു മുമ്പുള്ള സീസണെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വെറും ബോറ് പരിപാടി. എന്താ വെച്ചാൽ മോഹൻലാലിനൊക്കെ എന്താ ചീത്ത പറയുന്ന ആൾക്കാർ കേൾക്കും നമ്മുടെ വീട്ടിൽ തന്നെ. എല്ലാവർക്കും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. വെറും ബോറ് പരിപാടി, ഭയങ്കരമായിട്ട്. ഞങ്ങളുടെ നാട്ടുകാർ തന്നെ ഉണ്ട് ഒരാളുണ്ട്, ജാസ്മിൻ. അത് എൻ്റെ പൊന്നിലൂർ മറ്റേ ഉള്ളതാ. അതിനോട് നമുക്ക് താല്പര്യമില്ല. ആ പെണ്ണും ഗബ്രി ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. അവർ രണ്ടുപേരും പോയാൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ എനിക്കതിൽ ആരോടും പ്രത്യേകിച്ചൊരു ഫേവറിസോ തോന്നാറില്ല. പണ്ടുള്ളവർക്ക്
അതില്ലാന്ന് തോന്നുന്നു. അവര് തറ ലോക്കലായിട്ടല്ലേ, ആ സംസാരമൊക്കെ തറ. അതുകൊണ്ട് ആരോടും ഒരു വലിയ ഇത് തോന്നുന്നു. ആരോടും തോന്നിയിട്ടില്ല. ആരോടും തോന്നുന്നു. ആരോടും തോന്നിയിട്ടില്ല. മോഹൻലാലിന്റെ പെർഫോമൻസ്, അതായത് അദ്ദേഹത്തിനുള്ള പ്രതികരണം പുള്ളിയെല്ലാം ഒരുമാതിരി ഉഴപ്പൻ മട്ടി വിടുന്നു. കുഴപ്പം പറ്റിയ രീതിയാണ്.